ഞാൻ എൻ്റെ സുവിശേഷ പരസ്യയോഗ യാത്രകളിൽ വയനാട്ടിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായ ഒരു സംഭവം പറയാൻ ആഗ്രഹിക്കുകയാണ്. പനമരം, നടവയൽ എന്നീ സ്ഥലങ്ങളിലൊക്കെ അതിനിടയ്ക്കുള്ള സ്ഥലങ്ങളിലൊക്കെ പരിശോധനകൾ നടത്തി വൈകുന്നേരം സന്ധ്യയാകാറായപ്പോൾ നെക്കുപ്പ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി. അവിടെ ഞാൻ ചുരുക്കമായി കണ്ട ആളുകളിൽ ഒരാളോട് ചോദിച്ചു, ഇവിടെ അടുത്ത് പെന്തിക്കോസുകാരുടെ പ്രാർത്ഥനാലയമുണ്ടോ എന്ന്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇവിടെ അടുത്ത് ഒരു പ്രാർത്ഥനാലയമുണ്ട്, അത് പുതുക്കിപ്പണിയാണ്, അവിടെ അതിൻ്റെ ആളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ പണി കഴിഞ്ഞ് ജോലിക്കാരെല്ലാം പോയി. എന്നാൽ അവിടുത്തെ ഉപദേശി അവിടെ ചില പണികൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെ കണ്ട് സ്തോത്രമൊക്കെ പറഞ്ഞ് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് അതൊരു ബ്രദറൻ ഹാളാണ്, അതിൻ്റെ പൊളിച്ച് വിശാലമായിട്ട് പണിയുകയാണ്. അപ്പോൾ പണിക്കാരൊക്കെ പോയെങ്കിലും അദ്ദേഹം കുറേ കാര്യങ്ങളോടൊക്കെ ചെയ്യുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സാരമില്ല, പെന്തക്കോസായാലും ബ്രദറായാലും ഒരു രാത്രി വിശ്രമിക്കാനുള്ള സൗകര്യം ഞാനിവിടെ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ കടയിൽ പോയിട്ടോ മറ്റോ വരുന്നു. അപ്പോൾ ആ മകനോട് അദ്ദേഹം പറഞ്ഞു, മോനെ, ഈ ദൈവദാസനെ നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുപോകണം, ഇന്ന് ഇദ്ദേഹം നമ്മുടെ അതിഥിയാണെന്ന് പറഞ്ഞു. അങ്ങനെ മകൻ്റെ കൂടെ ഞാൻ മുമ്പോട്ട് നടന്നു. ആ ടാറ് വഴി കഴിഞ്ഞ് ഇടവഴിയിലേക്ക് കയറി. ഇടവഴിയൊക്കെ നല്ല മനോഹരം, തൂത്ത് വൃത്തിയാക്കിയിട്ടേക്കുന്ന സ്ഥലങ്ങളാണ്. അതിൻ്റെ രണ്ട് സൈഡിലും ഈ മുളയുടെ ചില്ലി കൊണ്ട് ഉണ്ടാക്കിയ മതിലുകൾ മനോഹരമായിരിക്കുന്നു. അതിലെ നടന്ന് പയ്യനും ഞാനും കൂടെ അവരുടെ വീടിൻ്റെ അടുത്തെത്തിയപ്പോൾ മോൻ വിളിച്ചു പറഞ്ഞു, അമ്മയെ, നമുക്ക് ഇന്ന് അതിഥിയായിട്ട് ഒരു ദൈവദാസനുണ്ടെന്ന്. അത് കേട്ട ഉടനെ അവൻ്റെ അമ്മയും രണ്ട് പെങ്ങന്മാരും പുറത്തേക്ക് ഇറങ്ങി വന്നു. അവരുടെ കയ്യിൽ ഒരു കിണ്ടിയിൽ കുറേ വെള്ളവും കയ്യിൽ വെളുത്ത ഒരു തോർത്തും ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്നു, എൻ്റെ സൈക്കിൾ അവിടെ വെച്ചു. അവിടെ ഉടനെ അവരെൻ്റെ കാല് കഴുകി ആ തോർത്ത് കൊണ്ട് എൻ്റെ കാല് തുടച്ചു. ഞാൻ കയറി തിണ്ണക്കിരുന്നപ്പോഴത്തേന് മകൻ ഒരു കരിക്ക് വെട്ടി എനിക്കത് കുടിക്കാൻ കൊണ്ടെത്തന്നു. അത് കഴിഞ്ഞ് എനിക്ക് കുളിക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്ത് ഞാൻ കുളിച്ചു. കുളിയൊക്കെ കഴിഞ്ഞ് ശാന്തമായിട്ട് അവിടെ ഇരുന്നു. അപ്പോഴത്തേക്ക് വീട്ടുകാരനും വന്നു. അദ്ദേഹവും കുളിയും നനയൊക്കെ കഴിഞ്ഞ് വന്നിരുന്നു. ഞങ്ങൾ കുശല പ്രശ്നങ്ങൾ സംസാരിക്കുകയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഉപദേശി, എന്താ ഈ വീട്ടിൽ മാത്രമേ ഞാൻ കണ്ടുള്ളൂ ഇങ്ങനെ ഒരു സ്വീകരണം? ഇത്രയും കാലം ഞാൻ യാത്ര പല സ്ഥലങ്ങളിൽ ചെയ്തിട്ടുണ്ട്, എന്നാൽ ഈ വീട്ടിൽ വന്നപ്പം പ്രത്യേകമായ രീതിയിൽ എന്നോടൊരു ഇടപെടൽ, ഒരു സ്വീകരണം, കാല് കഴുകി സ്വീകരിക്കുന്ന ഒരു കാര്യം ഞാൻ ഇവിടെ മാത്രമാണ് കണ്ടത്. അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനും ഒരു കാലത്ത് നടന്ന് സുവിശേഷവേല ചെയ്യുന്ന ഒരു സാധുവായ ദൈവദാസനായിരുന്നു. ഞാൻ പോകുന്ന സമയത്ത് വൈകുന്നേരം ആകുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് തങ്ങണമെന്ന് വിചാരിച്ചാൽ ആളുകൾ എന്നെ സ്വീകരിക്കാറില്ല. സ്വീകരിച്ചാൽ തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ്. ആ കാലത്ത് ഞാനെടുത്തൊരു തീരുമാനമാണ്, എൻ്റെ വീട്ടിൽ ഏത് ദൈവദാസന്മാർ വന്നാലും അവരെ വേദപുസ്തക പ്രകാരം കാല് കഴുകി തോർത്തി സ്വീകരിക്കുമെന്ന്. എനിക്കത് വളരെ അത്ഭുതകരമായ ഒരു പുതിയ അറിവായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇതെന്താ ഉപദേശി, നിങ്ങളുടെ കിണറ്റിൻകരയിൽ ചെറിയ പഴക്കൊല തൂക്കിയിട്ടിരിക്കുന്നു? അപ്പോൾ അദ്ദേഹം ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, ഈ ദേശത്തെ ആദ്യത്തെ വിശ്വാസിയാണ് ഞാൻ വിശ്വാസിലായപ്പോൾ എനിക്ക് ചുറ്റുപാടിൽ നിന്ന് വലിയ എതിർപ്പുണ്ടായി. ഞങ്ങൾ മറ്റുള്ളവരുടെ കിണറ്റിൽ നിന്നാണ് വെള്ളം കോരിക്കൊണ്ടിരുന്ന ആ സമയങ്ങളിൽ. അപ്പോൾ ആളുകൾ ഞങ്ങളെ കൊണ്ട് കോരിക്കാതായി. അങ്ങനെ കോരിക്കാതായപ്പോൾ ഞാൻ വളരെ ബുദ്ധിമുട്ടി. കൂലിക്കാരെ ഒന്നും നിർത്താനില്ല, ഞാൻ തന്നെ ഇവിടെ ഒരു കിണർ വെട്ടി. ഞാൻ തന്നെയല്ല, അദ്ദേഹത്തിൻ്റെ അപ്പനും കൂടെ അവിടെ കിണർ വെട്ടി. ദൈവത്തിൻ്റെ കൃപയാൽ ആ കിണറ്റിൽ ആവശ്യത്തിന് വെള്ളം അവർക്ക് കിട്ടി. ഏത് കുറവ് വന്നാലും അവരുടെ കിണറ്റിലെ വെള്ളം പറ്റത്തില്ല. എന്നാൽ ചുറ്റുപാടുകളിലുള്ളവരുടെ കിണറ്റിലെ വെള്ളം വലിയ കുറവ് വരുമ്പോൾ വറ്റും. അങ്ങനെ പറ്റുമ്പോൾ ആദ്യമൊക്കെ അവർക്കൊരു ബുദ്ധിമുട്ടായിരുന്നു ഇവരോട് ചോദിക്കാനും വെള്ളം കോരാൻ വരാനും. പിന്നീട് കുറേ കഴിഞ്ഞപ്പോൾ അവർക്കത് മാറിയിട്ട് ഇവരോട് ചോദിച്ചു, ഞങ്ങൾ വെള്ളം കോരിക്കോട്ടെ എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു, കോരിക്കൊള്ളാൻ പറഞ്ഞു.
അങ്ങനെ കോരുന്നവർക്ക് കുടിയിൽ ഇഷ്ടം പോലെ വാഴയുണ്ട്. എല്ലാ വാഴക്കൊലയും വിൽക്കാൻ പറ്റത്തില്ല, ചെറുതൊക്കെ ഉണ്ട്. അത് പഴുക്കുമ്പോൾ അവിടെ കെട്ടി തൂക്കും. ആവശ്യത്തിന് വെള്ളം കോരാൻ വരുന്നവരൊക്കെ കഴിക്കട്ടെ എന്നുള്ളൊരു മനോഭാവത്തിലാണ് അതവിടെ തൂക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞു. എനിക്ക് വളരെ സന്തോഷം തോന്നി. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കണം. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സംസാരിച്ചിരുന്നപ്പോൾ ഈ മകൻ കൊച്ചു പയ്യനല്ല, അവൻ കോയമ്പത്തൂരിലെ ബാപ്റ്റിസ്റ്റ് ബൈബിൾ കോളേജിൽ ഫൈനൽ ഇയർ പഠിക്കുന്ന കുഞ്ഞാണ്. അപ്പോൾ അവന് ഞാൻ ബന്ധിക്കോസാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവന് ചില ഉപദേശ വിഷയങ്ങളിൽ ഒരു തർക്കം ഉന്നയിക്കാനായിട്ട് ആരംഭിച്ചു. അവൻ്റെ അപ്പനും അവന് സപ്പോർട്ട് ചെയ്തിങ്ങനെ നിന്നു. അപ്പോൾ ഞാനും അവരും തമ്മിൽ ചെറിയ കാര്യങ്ങൾ, വേദപുസ്തകത്തിലെ കാര്യങ്ങളാണ്, അങ്ങനെ സംസാരിച്ച് വന്ന കൂട്ടത്തിൽ പെട്ടെന്ന് അകത്തു നിന്നൊരു വിളി വന്നു. അമ്മ മകനെ അകത്തോട്ട് വിളി. മോൻ അകത്തോട്ട് പോയി. ഇച്ചിരി കഴിഞ്ഞ് വന്നിട്ട് ഈ സംസാരത്തിൻ്റെ ശൈലിയെല്ലാം അങ്ങ് മാറ്റി, വേറൊരു രീതിയിലായി. അപ്പം ഞാൻ എനിക്കറിയത്തില്ല എന്താ അവർ സംസാരിച്ചത്, പക്ഷേ ഞാൻ വിചാരിക്കുന്നു ഒരു രാത്രി നമ്മുടെ വീട്ടിൽ അന്തി ഉറങ്ങാൻ വന്ന ഉപദേശിയുമായിട്ട് ഉപദേശ വിഷയങ്ങൾ പറഞ്ഞ് തർക്കിക്കരുതെന്നായിരിക്കും അവർ മകനെ ഉപദേശിച്ചെന്ന് തോന്നുന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നി. രാത്രി ഞാൻ ആ മകന് വേണ്ടി ഒരുപാട് നേരം പ്രാർത്ഥിച്ചു. കർത്താവേ, ആ കുഞ്ഞിനെ സത്യം ബോധ്യപ്പെടുത്തണം. എനിക്ക് ഒത്തിരി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പരിമിതികളുണ്ട്, എന്നാൽ ദൈവത്തിന് അത്ഭുതകരമായിട്ട് ഇടപെടാൻ കഴിയുമല്ലോ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ ഞാൻ പോകാൻ നേരത്ത് എനിക്ക് വഴിയാത്രയിൽ ആവശ്യത്തിനുള്ള ഭക്ഷണം, ഞാൻ സാധാരണ എങ്ങൊന്നും അങ്ങനെ എടുക്കാറില്ല, ആരും തരാറുമില്ല, ഇനി തന്നാലും വേണ്ടെന്ന് പറയുന്നത്. പക്ഷേ ആ വീട്ടിൽ നിന്ന് എനിക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണങ്ങൾ, കുറേ പഴങ്ങൾ. ഈ കേരളത്തിൽ ഞാലിപ്പൂവൻ പഴത്തിന് ഏറ്റവും രുചിയുള്ളത് വയനാട്ടിലും കട്ടപ്പനയിലുമാണ്. അവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകതയാണത്. അങ്ങനെ നല്ല സാധനങ്ങൾ എനിക്ക് തന്നു വിട്ടതൊക്കെ ഞാൻ ഓർക്കുന്നു. എന്നാൽ കാലം കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മോന് പെന്തിക്കോസ് പ്രവർത്തകനായി മാറി. എൻ്റെ ഭാര്യ രോഗിയായി കിടന്ന സമയത്ത് കൊല്ലത്തെ പാസ്റ്റർ ഷമീർ അദ്ദേഹത്തിൻ്റെ ടീമും ഞങ്ങളുടെ വീട് സന്ദർശിച്ചു. ആ സമയത്ത് ഈ ഗോഡ്സൺ പോൾ എന്ന് പറയുന്ന ഈ മോനും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. എനിക്ക് വലിയ സന്തോഷം തോന്നി. ദൈവമക്കളെ, നമ്മൾ ഉപദേശപരമായ വിഷയം സംസാരിക്കുമ്പോൾ, ആരെങ്കിലും തർക്കിക്കുമ്പോൾ നമ്മൾ ശാന്തമായി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരോടും തർക്കിച്ച് ജയിക്കാനോ അവരെ കൺവിൻസ് ചെയ്യുക, അവരെ ബോധ്യപ്പെടുത്താനോ ഒന്നും നമുക്ക് ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരികയില്ല. സാക്ഷികളോ യുക്തിവാദികളോ സെവന്തിലേക്ക് അങ്ങനെ പലതരമായിട്ടുള്ള ആളുകൾ നമ്മളോട് സംസാരിക്കുമ്പോൾ എല്ലാവരെയും ബോധ്യപ്പെടുത്താനൊന്നും നമുക്ക് കഴിയത്തില്ല. പക്ഷേ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ആളുകളെ രൂപാന്തരപ്പെടുത്താൻ കഴിയും. സ്തോത്രം. ഞാൻ എപ്പോഴും ഉളിപ്പറമ്പിൽ PU പൗലോസ് എന്ന് പറയുന്ന ബ്രദറൻ ഉപദേശിയുടെ ഭവനം ഓർമ്മ. ഇപ്പോൾ 38 വർഷമായി ഈ സംഭവം നടന്നത്. ഇന്നും അദ്ദേഹത്തിൻ്റെ പേരും ആ വീടും അവിടുത്തെ ആളുകളുടെ മുഖവും ആ അന്തരീക്ഷങ്ങളെല്ലാം അതിമനോഹരമായിട്ട് എൻ്റെ മനസ്സിൽ നിൽക്കുന്നു. പറഞ്ഞു പോയിട്ടില്ല. ഇതുപോലെ ഒരുപാട് പേര് ഈ കേരളത്തിലും കേരളത്തിന് വെളിയിലും എന്നോട് ഇടപെട്ടുള്ളതും പലരുടെയും ഭവനങ്ങളിൽ താമസിച്ചൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ദൈവം അനുവദിച്ചാൽ അടുത്ത ഏതെങ്കിലും സമയത്ത് ആ കാര്യങ്ങൾ ചിലതൊക്കെ പറയാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.